Good morning, everyone. All right. How are you doing? Thank you so much for joining. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും എന്തൊക്കെയാ, നമ്മുടെ അഡ്മിൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യുക. ഓൾ റൈറ്റ്. നമ്മുടെ യെസ്, താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ മെഡിറ്റേഷൻസും പുതിയ സംഗതികളൊക്കെ ഇനിയും വരാനായിട്ട് സഹദ്. ഓക്കെ, വെരി ഗുഡ്. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ്. ആർ യു എക്സൈറ്റഡ്? സോ ദാറ്റ് can we start? Okay. Very good. Thank you for joining here. So let's begin. നമ്മുടെ പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ വരാൻ ശ്രമിക്കുക. Just be here in video. Okay, be here in video. വീഡിയോയിൽ വരാൻ ശ്രമിക്കുക. Let's start the session. അബ്ദുൽ മജീദ് സുഖാണ് വിചാരിക്കുന്നു. അബ്ദുൽ മജീദ് ഇസ് എ വെരി, എന്താ പറയാ, എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സോ ഗ്ലാഡ്. ഐ എം സോ ഓക്കെ. അബ്ദുൽ മജീദ്, യു ആർ എക്സ്പെക്ടിങ് എ ബുക്ക്, റൈറ്റ്? നിങ്ങളൊരു ബുക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? യെസ്, ഓക്കെ, ഇറ്റ് ഈസ് ഓൺ ദ വേ. സോ എനിവേ, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ഇതിനിടയിൽ പറയാനുണ്ട്. ഞാൻ ഇതിനിടെ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ആർക്കെങ്കിലും ഞാൻ എഴുതിയിട്ടുള്ള ബുക്ക് ഉണ്ട്, ആ ബുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി ആർ റെഡി ടു ഗിവ്. ഇതൊരു ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾക്ക് ഏതായാലും ഉപകാരപ്പെടും. വീഡിയോ ഡിസേബിൾഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്റെ വീഡിയോ കാണുന്നില്ല എന്നാണോ? ഓക്കെ ഓക്കെ okay, be here in video. Okay, so thank you so much for joining. Bashir ka, thank you so much. And Usman, Anita, thank you so much for being here in video. Subair, സുഖാണെന്ന് വിചാരിക്കുന്നു. Okay, all right. So നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന വിഷയമാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഈ ബുക്ക് ആവശ്യമുള്ളവർക്ക് ഗിവ് അവേ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ബുക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 8086880775 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോർണിംഗ് മെഡിറ്റേഷനിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണോ കിട്ടിയിട്ടുള്ള ഗുണത്തെ പറ്റി സംസാരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് വീഡിയോ, ഒരു വീഡിയോ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റോ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ സെൻഡ് യു ദ ബുക്ക്. അപ്പൊ ആ ബുക്ക് നിങ്ങൾക്ക് അയക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എനിവേ, താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ജോസഫ് മർഫി എന്ന് പറയുന്ന വ്യക്തി ആണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇത്രയും പോപ്പുലർ ആക്കിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോ ജോസഫ് മർഫി അദ്ദേഹം ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അത് വായിക്കുക. മനുഷ്യ മനസ്സിന്റെ അപാരമായ ശക്തി, അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ബുക്കാണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരുപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ, മനസ്സിലാവുന്നുണ്ടോ? ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുക, നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത്, എന്താണ് ആ ശക്തി, അപാരമായ ശക്തി എന്താണ്, അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മുടെ പറയുന്നത്, എല്ലാ സെഷനിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇൻ ഡെപ്തിൽ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് ഒരു ചെറിയൊരു പാർട്ട് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഒരു കോഴ്സിൽ വരുന്നത് വെച്ചാൽ മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സിൽ തീർച്ചയായിട്ടും നമ്മൾ കംപ്ലീറ്റ്ലി സബ് കോൺഷ്യസിന്റെ പവറിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോ മൈൻഡ് പവർ എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങളുടെ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് പവർ, എന്തൊക്കെയാണ് അതിനുള്ള ശക്തി, എന്തൊക്കെയാണുള്ളത്, എത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ ശക്തിയുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്ര തരത്തിലുള്ള മനസ്സുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്.
നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് മൈൻഡ് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അതിലേക്ക് നമുക്ക് കിടക്കാം. മൈൻഡ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. വാട്ട് ഈസ് മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജി. അതില് നമുക്ക് രണ്ട് തരത്തിലുള്ള മൈൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. സോഴ്സ് ഓഫ് എനർജി എവിടെ കിടക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനുമായിട്ട് ഓരോ കോശങ്ങളിലുമാണ് മനസ്സിന്റെ പ്രസൻസ് പറയുന്നത്. അല്ലാതെ നമ്മൾ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ബ്രെയിനാണ്, ഇത് മൈൻഡ് അല്ല. മൈൻഡും ബ്രെയിനും തമ്മിൽ എന്താണ് വ്യത്യാസം? ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെറ്റിംഗ്സ് രൂപത്തിലാണ്, ഒരു എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുക. ഇവിടുന്നാണ് നാഡീവ്യൂഹങ്ങൾ, പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓവറോൾ പ്രസന്റ്. നമ്മുടെ ബോഡിയിലുണ്ട്, നമ്മുടെ ബോഡിക്ക് പുറത്തുണ്ട്. ഈവൻ ഈ എൻ്റയർ യൂണിവേഴ്സിന് ഒരു മൈൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറയുന്ന മൈൻഡ്. സോ വി ആർ ഓൾ കണക്റ്റഡ് എന്ന് പറയുന്ന രീതിയിൽ പറയുന്നത്. സോ മൈൻഡിന് നമ്മൾ എന്താ വെച്ചാൽ, അപ്പൊ നമ്മുടെ മൈൻഡിന്, നമ്മളുടെ ഉള്ളിലുള്ള മൈൻഡിന് അപാരമായിട്ടുള്ള പവർ ഉണ്ട്. സബ് കോൺഷ്യസ്, രണ്ട് തരത്തിലുള്ള മൈൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. കോൺഷ്യസ് മൈൻഡ്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. 2 ടൈപ്സ് ഓഫ് മൈൻഡ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് മൈൻഡ് ഉണ്ട്. ഒന്നെന്താണ് കോൺഷ്യസ് മൈൻഡ്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. മനസ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിനൊരു തിയറി ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 10%, അല്ലെങ്കിൽ ഒരു 10%. സബ് കോൺഷ്യസ് മൈൻഡാണ് 90% നമ്മളുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ മനസ്സ്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപബോധ മനസ്സ്. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ ബോധ മനസ്സെന്ന് പറഞ്ഞല്ലോ, ഈ ബോധ മനസ്സിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം ബോധ മനസ്സിന്റെ സംഗതികളാണ്. നിങ്ങളിപ്പോ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ഇവിടെ കേൾക്കണം, ഇവിടെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട്. റൈറ്റ്? യെസ് ഓർ നോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ അലേർട്ടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ആ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതി, അത് ബോധത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് മനസ്സിന്റെ പ്രവർത്തനമാണ്? ബോധ മനസ്സിന്റെ പ്രവർത്തനമാണ്. നിങ്ങൾ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ് ആദ്യമായിട്ട്. അപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ബോധ മനസ്സുകൊണ്ടാണ്. കാരണം ആ ജോലി പഠിക്കുന്ന സമയത്ത് പുതിയ അറിവുകളെല്ലാം ആദ്യം നമ്മളുടെ ഉള്ളിലേക്ക് ചിലത് ബോധ മനസ്സിലൂടെയാണ് ആക്സസ് ചെയ്യുന്നത്. പരിചയമില്ലാത്ത എന്തിനേയും ബോധ മനസ്സാണ് ആദ്യം എന്ത് ചെയ്യുക? വീക്ഷിക്കുക. അപ്പൊ പരിചയമില്ലാത്ത എന്തിനാ, അപ്പൊ ആദ്യം ബോധ മനസ്സിലേക്കാണ് പോവുക. അപ്പോൾ ബോധ മനസ്സിന് എപ്പോഴും ബോധത്തോടു കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. അനലിറ്റിക്കൽ മൈൻഡ്, ചില ശ്രദ്ധിച്ച് കണക്കുകൂട്ടലുകൾ നടത്തണേ വളരെ ശ്രദ്ധ ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന, കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്ന, മനസ്സിലാവുന്നുണ്ടോ? അതാണ് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ബോധത്തോടു കൂടി ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സംഗതികൾ. അപ്പൊ അത് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ ഉണർന്നിരിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണെന്ത്? കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സെന്ന് പറയുന്നത്. ബോധത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോ ബോധമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണടയ്ക്കുന്നുണ്ട്, അറിയാതെ തലയാട്ടുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, ചിലർ ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് എന്താ ചിരി വരും. അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, 90% നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയാതെയാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ജീവിക്കുന്നത്. അറിഞ്ഞ് ജീവിക്കുന്നത് വളരെ കുറവാണ്. അറിഞ്ഞ് ജീവിക്കുന്നത് വളരെ കുറവാണ്. അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, നേരെ പല്ല് തേക്കാൻ പോകും, അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചല്ല ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ചിന്തിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്, മറിച്ച് എന്താണ്? ചിന്തിക്കാതെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എന്താ വെച്ചാൽ ചിന്തിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ ചിന്തിക്കാതെ ജീവിക്കുന്നത് എന്തെല്ലാം, നമ്മുടെ 80% എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി നോക്കാം നമുക്ക്. അപ്പൊ 2 മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ നെഗറ്റീവായ കാര്യങ്ങളാണ് കൂടുതൽ എങ്കിൽ
എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് പോകും. പോസിറ്റീവായ കാര്യങ്ങളാണ് കൂടുതൽ എങ്കിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. ക്ലിയർ ആണോ? സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. 90% നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്. ആൻഡ് വാട്ട് ഇസ് എ കോൺഷ്യസ് മൈൻഡ്? ഞാൻ പറഞ്ഞല്ലോ, ലോജിക്കൽ ആൻഡ് റീസണിങ്. ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്, കാര്യകാരണങ്ങളോട് കൂടി ചിന്തിക്കുന്നത്, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ്. എന്നാൽ യുക്തി ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്, യുക്തി ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന കാര്യങ്ങളാണ് എന്ത്? സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല്, നമ്മൾ യുക്തി ഉപയോഗിച്ച് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്ന, യുക്തി ഉപയോഗിക്കാത്ത സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കണം. പറഞ്ഞു മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്, കോൺഷ്യസ് മൈൻഡ് അല്ല. കോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള ശീലങ്ങളാണ്, അതിനുള്ളിലുള്ള ചിന്തകൾ, അതിനുള്ളിലുള്ള വിശ്വാസങ്ങൾ, അതിനുള്ളിലുള്ള കാര്യങ്ങൾ. അതായത് ലോങ് ടേം മെമ്മറിയാണ് സബ് കോൺഷ്യസ് മൈൻഡ്, ഷോർട്ട് ടേം മെമ്മറിയാണ് കോൺഷ്യസ് മൈൻഡ്. ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലാണ് കിടക്കുന്നത്. കാരണം അത് അത്രയും പ്രധാനപ്പെട്ടതും അത്രയും സന്തോഷം നൽകിയതോ ദുഃഖം നൽകിയതോ അത്രയും തീവ്രമായ ഇന്റൻസീവായിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. പിന്നെ എങ്ങനെയാണ് പോകുന്നത്? ആവർത്തിച്ച് സംഭവിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡിൽ, അതായത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. അങ്ങനെ ലോങ് ടൈം മെമ്മറിയിൽ ചെന്നിട്ടുള്ള നിങ്ങളുടെ ഓർമ്മകളിൽ കിടക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളായി മാറും, കാഴ്ചപ്പാടുകളായി മാറും, സ്വഭാവമായി മാറും, നിങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ആ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ എന്ത് വിശ്വാസങ്ങളാണുള്ളത്, എന്ത് ചിത്രങ്ങളാണുള്ളത്, എന്ത് കാഴ്ചപ്പാടുകളാണുള്ളത്, നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് എന്താണ്? ആവർത്തിച്ച് മടി പിടിച്ച് ഞാനൊരു മടിയനാണെന്ന് ചിന്തയുണ്ടോ? ആവർത്തിച്ച് നീട്ടിവെച്ച് ഞാൻ നീട്ടിവെക്കുന്ന ഒരാളെന്നുള്ള ചിന്തയുണ്ടോ? ആവർത്തിച്ച് പരാജയങ്ങൾ നേരിട്ട് ഞാനൊരു പരാജിതനാണ് എന്ന ചിന്തയുണ്ടോ? ആവർത്തിച്ച് പരിഹസിക്കപ്പെട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന ചിന്തയുണ്ടോ? ഞാൻ പോരാ എന്ന ചിന്തയുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇമേജുകളുടെ രൂപത്തിലാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമേജസും ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസും. ഈ ഇമേജുകൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് എന്താണ്? അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന അത് ഉള്ളിലുണ്ട് എങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഇമേജ് ആണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്താവണം. ക്ലിയർ ആണോ? ഹലോ? അപ്പൊ ഈ ട്രോമ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഇമേജ് പോകുന്നു. ക്ലിയർ ആണോ? സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് എന്ത് ചെയ്യാൻ? ഒരു ഇമേജ് പോവാണ്. ഒരു ട്രോമ സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇമോഷനോട് കൂടിയിട്ടുള്ള ഇമേജുകളാണ് പോകുന്നത്. ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ എന്താണ് ഉള്ളത് അതായിരിക്കും പുറത്ത് സംഭവിക്കുക എന്നുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ അതാണ്. എന്ത് ഉള്ളിലുണ്ടോ അതിന്റെ നേരെ വിപരീതം പുറത്ത് സംഭവിക്കുക. നേരെ വിപരീതമല്ല, നേരെ അതേ സംഗതികൾ എന്ത് ചെയ്യും? പുറത്ത് സംഭവിക്കും. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ നല്ലവനാണ്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ കഴിവുള്ളവനാണ്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അപാരമായ ശക്തിയുള്ള ഒരാളാണ്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അപാരമായിട്ട് നന്മയുള്ള. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നമ്മുടെ ട്രോമകളാണ്,
നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ വേദനകളാണ്, സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സങ്കടങ്ങള്, വിഷമങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്. യെസ്, മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഉള്ളത്? വാട്ട് ആർ യു ഹാവിങ്? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണുള്ളത്? നിങ്ങളുടെ സങ്കടങ്ങളാണോ ഉള്ളത്? നിങ്ങൾ അനുഭവിച്ച ട്രോമ, നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങള്, നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങള്, ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ കിടക്കില്ലേ? അതിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്? നമുക്ക് നമ്മളെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്താ? ഉള്ളിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മടിയനാണ്, ഞാനൊരു പോരാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല, ഇങ്ങനെയുള്ള തിങ്കിങ് ആണ് നമ്മുടെ അധികം ആൾക്കാരുടെ മുമ്പിലുള്ളത്. അപ്പൊ ഈ സാധനം, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? അത് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന പറയാം. രണ്ട് രീതിയിലാണ് പ്രൊജക്ട് ചെയ്യുക. നമ്മുടെ സ്വഭാവത്തിലൂടെ അത് പ്രൊജക്ട് ചെയ്യപ്പെടും. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വരുന്ന നമ്മുടെ പെരുമാറ്റത്തിൽ പ്രൊജക്ട് ചെയ്യപ്പെടും. പ്രൊജക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കും. ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കും. നിങ്ങൾക്ക് ദേഷ്യം പുറത്തുണ്ടോ? അതിനർത്ഥം ഉള്ളിൽ ആരോടൊക്കെയോ നിങ്ങളെ ചതിച്ച, വഞ്ചിച്ച, വിഷമിപ്പിച്ച, വേദനിപ്പിച്ച, ട്രോമ തന്നിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടത്തിക്കൊണ്ടുപോയ ആൾക്കാരോട് ഉള്ളിൽ ദേഷ്യം കീപ്പ് ചെയ്യുന്നത് കൊണ്ട്, സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസം കീപ്പ് ചെയ്യുന്നത് ലൈഫിൽ അത് എന്ത് ചെയ്യും? ഒരു നമ്മളുടെ സ്വഭാവത്തിൽ പ്രൊജക്ട് ചെയ്യും, പുറത്തേക്ക് വരും. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല, നമുക്ക് വൈരാഗ്യം ഉണ്ടാകും, പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ സംസാരത്തിൽ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അത് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധങ്ങൾ വഷളാകും. നമ്മുടെ ബന്ധങ്ങൾ വഷളാകുമ്പോൾ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഫ്രണ്ട്സിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ലൈഫിൽ എന്നും ഇതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ വീണ്ടും റിപ്പീറ്റേഷൻ. അപ്പൊ വീണ്ടും നമുക്ക് അവരോട് ദേഷ്യം, നമ്മൾ അവരോട് ദേഷ്യം, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ദേഷ്യം വന്നു, അവരോട് വഴക്കായപ്പോൾ ആ വ്യക്തിയോട് വീണ്ടും ദേഷ്യമായി, ആ ദേഷ്യം നമ്മൾ വീണ്ടും അനുഭവിച്ചു. അതിനെ പറയാം റീട്രോമറ്റൈസിങ് അവർ ലൈഫ്. വി ആർ ലിവിങ് എ റീട്രോമറ്റൈസിങ് ലൈഫ് എവറി ഡേ. സാധാരണക്കാരൻ ജീവിക്കുന്ന വേർഡ് എഴുതിച്ചോ, റീട്രോമറ്റൈസിങ്. ഒരു ട്രോമ മാത്രമല്ല, നമ്മൾ വി ആർ റിപ്പീറ്റിംഗ് ദ ട്രോമ. വി ആർ റീട്രോമറ്റൈസിങ് അവർ ലൈഫ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് പാറ്റേൺ. ദിസ് ഈസ് കോൾഡ് പാറ്റേൺ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്, പ്രയാസപ്പെടാൻ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ? കുറെ കാലം ജീവിച്ചില്ലേ? ഒന്ന് എടുത്തു തിരിഞ്ഞു നോക്കി. എത്രയോ തവണ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസം ഇതന്നെ വന്നുകൊണ്ടിരുന്നില്ലേ? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്താ ഇതിലൊന്നും രക്ഷയില്ലാത്തത്? ബിക്കോസ് ദിസ് ഈസ് നത്തിങ് ബട്ട് ഉള്ളിൽ ഒരു പ്രാവശ്യം കടന്നുകൂടിയ സംഗതികൾ, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ കടന്നുകൂടിയ കാര്യങ്ങൾ, ആ കടന്നുകൂടിയ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് അത് പോയി. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് പുറത്തേക്ക് നമ്മുടെ ബിഹേവിയർ ആയിട്ട് എന്ത് ചെയ്യും? പ്രൊജക്ട് ചെയ്യും. അത് നമ്മുടെ ബിഹേവിയർ ആയിട്ട് അത് പുറത്തേക്ക് വരും, പെരുമാറ്റമായിട്ട് പുറത്തേക്ക് വരും. നമ്മുടെ പ്രവർത്തികളിൽ അത് കാണും, നമ്മുടെ തീരുമാനങ്ങളിൽ അത് കാണും, നമ്മുടെ വൈകാരിക പ്രകടനങ്ങളിൽ അത് കാണും. ഉള്ളിലുള്ളത് പ്രൊജക്ട് ചെയ്യാന്ന് പറയും. നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ? അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവരെ കുറിച്ച് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് അവരെ ജഡ്ജ് ചെയ്യുന്നത്. മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുന്ന സ്വഭാവം ഉണ്ടോ? അവർ അങ്ങനെയാണ്, ഇവർ ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, ഇതങ്ങനെയാണ്. ബിക്കോസ് വി ഹാവ് സോ മച്ച് ഇൻസൈഡ്. ഇതിന്റെ അർത്ഥം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വൃത്തികെട്ടത് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ് കുഴപ്പം. ഐ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു വർക്ക് ഓൺ. ഇത് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു വരുന്നിടത്താണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ തിരിച്ചറിയുന്നു. ലൈഫ് ചേഞ്ച് ആകും. ഇതിന് എന്തുകൊണ്ട് പവർ ഉണ്ടെന്ന് പറയാൻ കാരണം, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ ഇൻഡെപ്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഹൗ ടു ക്ലീൻ ഇറ്റ്? ബൈ റീപ്രോഗ്രാമിംഗ്. റീപ്രോഗ്രാമിംഗിലൂടെയാണ് ക്ലീൻ ചെയ്യുക. എങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഈ റീപ്രോഗ്രാമിംഗ് പഠിപ്പിക്കാൻ നമുക്ക് ഒരു അരമണിക്കൂർ ക്ലാസ് സെഷൻ പോരാ. ഇതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു. നിങ്ങൾ 10 ദിവസം എന്ന് പറയുന്ന ക്ലാസ് മാത്രമാണ്. ടോട്ടൽ 30 ഡേയ്സിന്റെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്? ക്ഷണിക്കണേ. വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. നമ്മളിൽ വർക്ക് ചെയ്യണം. റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പറ്റുക. എങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത്? നമ്മൾ മൈൻഡ് പ്രോഗ്രാംഡ് ആണ്. പ്രോഗ്രാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 8 years ഇടയിൽ
ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും, ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നും, വളരെ ഇന്റൻസീവ് ഇമോഷനോട് കൂടി എക്സ്പീരിയൻസ് ചെയ്ത ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കൂടിയിട്ടുള്ള, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു കൂടിയിട്ടുള്ള ഒരുപാട് ഇമേജുകളുണ്ട്, ചിത്രങ്ങളുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട്, അതേപോലെ ഇമോഷൻസും ഉണ്ട്. ഈ സംഗതികൾ നമ്മളുടെ ഉള്ളിൽ കയറി കൂടിയിട്ട് അത് പെയിൻഫുൾ ആയിട്ടുള്ളതും സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാമിംഗ്. ആ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ അതൊരു ബിലീഫ് ആയിട്ട് മാറിയിട്ടുണ്ട്, വിശ്വാസങ്ങളായി മാറിയിട്ടുണ്ട്, കാഴ്ചപ്പാടുകളായിട്ട് മാറിയിട്ടുണ്ട്, നിങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന വിശ്വാസ പ്രമാണമായി അത് മാറിയിട്ടുണ്ട്. അതിനെയാണ് പറയാ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാം ചെയ്യപ്പെട്ടു. പ്രോഗ്രാം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഗ്രാമിംഗ്? സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഫോണിൽ ആ ഫോൺ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിനുള്ളിൽ കോഡുകളുടെ രൂപത്തിൽ പ്രോഗ്രാമിംഗുകൾ എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നിയമസംഹിതകൾ എഴുതിയിട്ടുണ്ട്, എങ്ങനെ ആ ഫോൺ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളായിട്ട് അനുഭവിച്ച വേദനകളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത്, നിങ്ങൾ എങ്ങനെ പെരുമാറണം, നിങ്ങളുടെ പ്രവൃത്തികൾ എങ്ങനെ വരണം, നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വേറെ എന്താ പറയാ, വേറൊരു അദൃശ്യ ശക്തി എഴുതിയതല്ല, നിങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയിട്ടുള്ള നിയമങ്ങളാണ്. നമ്മൾ തന്നെ എഴുതിയ നിയമങ്ങളാണ്. അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ മറ്റുള്ള സാഹചര്യങ്ങളാണ് അതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ ആവർത്തിച്ച് നമ്മുടെ ഉള്ളിൽ എഴുതിയത് ആരായിരിക്കും? മാതാപിതാക്കളായിരിക്കും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താലാണ് നല്ല കുട്ടിയാവുള്ളൂ, അങ്ങനെ ചെയ്താൽ നല്ല കുട്ടിയാവില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് നിറം കുറവാണ്, നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്, അല്ലെങ്കിൽ പണമുള്ള ഈ പറഞ്ഞിരിക്കുന്ന പറയാ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് പണവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ട്, ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ട്. നിനക്കൊന്നും കിട്ടാറില്ലേ? നിനക്കാരും ഒന്നും ഭക്ഷണമൊന്നും തരാറില്ലേ? വീട്ടിലെന്താ എന്താ പറയാ, ഭക്ഷണമൊന്നും ഇല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ മെലിഞ്ഞവരെ കുറിച്ച് പറയുക, തടി കൂടിയതിനെ കുറിച്ച് പറയുക, തടിയാന്ന് വിളിക്കുക. അങ്ങനെ ബോഡി ഷെയ്മിങ് രൂപത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പരിഹാസം, കുറ്റപ്പെടുത്തി, ഇതൊക്കെ പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമാണ്. ഇങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ആവർത്തിച്ച് ചെയ്യപ്പെട്ട സംഗതികളെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് പറയുന്നവരാണ് റീപ്രോഗ്രാമിംഗ്. വീണ്ടും റീപ്രോഗ്രാമിംഗ് നടത്താം. ഇപ്പോൾ പക്ഷെ റീപ്രോഗ്രാമിംഗ് അല്ല നടക്കുന്നത്, റീട്രോമറ്റൈസിംഗ് ആണ് നടക്കുന്നത്. യെസ് ഓർ നോ? നമ്മൾ റീട്രോമറ്റൈസിംഗ് നടക്കുന്നത്. അപ്പൊ റീട്രോമറ്റൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വീണ്ടും പെയിൻഫുൾ ആയിട്ടുള്ള, അപ്പൊ ആദ്യത്തെ പ്രോഗ്രാമിംഗ് ഒന്നും കൂടി സ്ട്രോങ് ആവുക ചെയ്യും. അപ്പോൾ ലൈഫ് മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ പ്രയാസമായി മാറും, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിട്ട് മാറും. യു ഗോട്ട് ഇറ്റ്? അപ്പൊ അതിനെ നമുക്ക് എന്താ വെച്ചാൽ തിരിച്ചു പിടിക്കാനാണ് റീപ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത്. റീപ്രോഗ്രാമിങ്ങിന് ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വരണം. എങ്ങനെയാണ് റീപ്രോഗ്രാമിംഗ് നടക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ ലോജിക്കായിട്ട് റീസണിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് തുടങ്ങും. അത് ഒരു മൈൻഡിന്റെ ഒരു ഗേറ്റ് കീപ്പർ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ കോൺഷ്യസ് മൈൻഡിനുള്ളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ആദ്യം എന്ത് ചെയ്യണം, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുന്നത്. ആവർത്തിച്ച് കോൺഷ്യസ് മൈൻഡിൽ എത്തിയ ഒരു കാര്യം മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ പ്രവേശിച്ച കാര്യങ്ങൾ എന്താണ്? നല്ലത് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. അതല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് പറഞ്ഞു വിടണം. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്ന ഉള്ളിലേക്ക് കടന്നുവിടുന്നത് എങ്ങനെയാണ്? റിപ്പീറ്റഡ് ഇമേജസ് ആൻഡ് ഇന്റൻസീവ് ഇമോഷനാണ്. ആവർത്തിച്ച് ചെല്ലുന്ന ഇമേജസ്, ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ്. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല കോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് സബ് കോൺഷ്യസ് മൈൻഡ്? ഇതാണ് നമ്മുടെ വിഷയം. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ആൻ അനദർ പാർട്ട് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ മറ്റൊരു പാർട്ടാണ് മനസ്സിന്റെ, റെസ്പോൺസിബിൾ ഫോർ ഓൾ ഇൻവോളണ്ടറി ആക്ഷൻ. നമ്മൾ അറിയാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ബോധത്തോടു കൂടി അല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഡൈജഷൻ സബ് കോൺഷ്യസ് മൈൻഡാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുന്നത്, സ്വപ്നം കാണുന്നത്, നിങ്ങൾ ശ്വസിക്കുന്നത്, നിങ്ങൾ കാണുന്നത്, കണ്ണ് തുറക്കുന്നത്, എന്താ പറയുക, കൺപോളകൾ അടയുന്നത്,
നിങ്ങളുടെ ശീലങ്ങൾ നിയന്ത്രിക്കും, നിങ്ങളുടെ അഡിക്ഷൻസ്. ഇപ്പൊ അവിടെ ചായ എടുത്ത് കുടിച്ചില്ലേ ഷൈനി? അറിയാതെ ചെയ്തതാ. അത് പറഞ്ഞപ്പോ ചിരിച്ചില്ലേ? അത് അറിയാതെ ചെയ്തത്. ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ആ കണ്ണിലിപ്പോ ഇവിടെ ചൊറിഞ്ഞില്ല വല്ല ജസ്റ്റ് ഒന്ന്, അത് അറിയാതെ ചെയ്തത്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന അപ്പൊ തലയാട്ടി, നിങ്ങൾ വെറുതെ ഒന്ന് ഇങ്ങനെ മുന്നോട്ടിരിക്കും, ഇതൊക്കെ നിങ്ങൾ അറിയാതെ ആണ് ചെയ്യുന്നത്. ഞാൻ എന്റെ കൈകൾ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് അറിയാതെയാണ് വരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പൊ 90% നമ്മുടെ പ്രവർത്തികൾ എന്താണ്? നമ്മൾ അറിയാതെ ചെയ്യുന്നത്. ബ്രീത്തിങ് റേറ്റ് അല്ലെ, നമ്മളെ ശ്വസനം, ഹാർട്ട് ബീറ്റ്സ്, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമുക്ക് വികാരങ്ങളെ കൺട്രോൾ കിട്ടില്ലല്ലോ, അല്ലേ? സന്തോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. വികാരങ്ങൾ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് ദേഷ്യപ്പെടുന്നത്, ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിനാണ് അതിന്റെ പവർ, അവിടെയാണ്. അപ്പൊ അത്രയും പവർ ഉണ്ട് അതിന്. അപ്പൊ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബിലീഫ്സും നല്ല സംഗതികളിലേക്കും വരും. സ്റ്റോറേജ് ഓഫ് ബിലീഫ് ആൻഡ് മെമ്മറീസ്. നമ്മളുടെ വിശ്വാസങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഓർമ്മകളുടെയും സ്റ്റോറേജ് ആണ് എന്ത്? സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് ലോങ് ടൈം സ്റ്റോറേജ് സ്ഥലങ്ങളാണ്. കോൺഷ്യസ് മൈൻഡിന് ടെമ്പററി മെമ്മറിയേ ഉള്ളൂ, കുറച്ചു നേരത്തേക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ അത് മറന്നു പോകും. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറും. റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറും. ഇതേപോലെ മറ്റു പല ക്ലാസ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അതല്ലാത്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകില്ല. കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന, അതിനോട് മാച്ച് ആവുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കരുതുക, ഓട്ടോമാറ്റിക്കലി അതിനെ ഉള്ളിലേക്ക് കടത്തിവിടും. അങ്ങനെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിലേക്ക് ചെല്ലുന്ന ലോങ് ടേമിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന മെമ്മറീസ് എല്ലാം എന്താണ്? അതെല്ലാമാണ് സബ് കോൺഷ്യസ്. അപ്പൊ നമ്മുടെ ബിലീഫുകളെ നിയന്ത്രിക്കുന്നത് എന്താണ്? വിശ്വാസങ്ങളെ നിയന്ത്രിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ മതപരമായിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, മറ്റുള്ള വിശ്വാസങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്കൊരു സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത് അത് വെറും എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവർത്തിച്ച് ചെല്ലപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. സത്യം എന്ന് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് സത്യം എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് ആവർത്തിച്ച് ചൊല്ലപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. അതാണ് നിങ്ങളുടെ സത്യം. അതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആവർത്തിച്ച് ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് ചെല്ലുക. അപ്പം ഭയങ്കര പവർഫുൾ ആണ്. ഒരാളെ കൊണ്ട് ഒരു കാര്യം വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാളത് വിശ്വസിക്കും. അവിടെയാണ് അഫർമേഷന്റെ പവർ. നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണെന്ത്? ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ അവിശ്വാസമായ ബിലീഫായി നിങ്ങൾക്ക് പിന്നെ കഴിവുകൾ പുറത്തു വരാൻ തുടങ്ങും. ഹലോ, കഴിവുകൾ പുറത്തു വരാൻ തുടങ്ങും. ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കഴിവ് പുറത്തേക്ക് വരില്ല. അവിടെ കഴിവുകളെല്ലാം ബ്ലോക്ക് ആയി കിടക്കും. കാരണം വിശ്വാസം അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് വിശ്വസിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകും. അതാണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഫർമേഷന്റെ പവർ ഇതാണ് റീപ്രോഗ്രാമിംഗ്. എന്താണ് റീപ്രോഗ്രാമിംഗ് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല, ഒരുപാടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് ചിന്തിക്കുന്നത്, അത് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് ചെല്ലുന്നു. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് നിങ്ങൾക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിനേക്ക് അത് സഹായിക്കുന്നു. അപ്പോ പറഞ്ഞു, ഇമോഷൻസ്, ബിലീഫ് ആൻഡ് മെമ്മറീസ്. നെക്സ്റ്റ്, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത് ഹ്യൂമൻ പവർ, മാനുഷികമായ ശക്തിയുണ്ട്. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് ഡിവൈൻ പവർ ഉണ്ട്. ഡിവൈൻ പവറും ദൈവികമായിട്ടുള്ള ശക്തിയും. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാനുള്ള കഴിവുണ്ട്. മിറക്കിൾസ് സംഭവിക്കുന്നതാണ്.
സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ് അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി വരുന്നു. അപ്പൊ ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപാരമായ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ്, അതിന് ഡിവൈൻ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ആക്ടിവേറ്റ് ആക്കാൻ കഴിയും. നമ്മൾ അധികം ആൾക്കാർ കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് ജീവിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതം, അല്ലെങ്കിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, സാധാരണക്കാരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെന്ത് വെച്ചാൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കില്ല, ഇവർ മാജിക്കിൽ വിശ്വസിക്കില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ മിറക്കിൾസിൽ വിശ്വാസമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ന് വെച്ചാൽ ലോജിക്കലായിട്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ലോജിക്കലായിട്ട് മാത്രം ചിന്തിക്കുമ്പോൾ അവരുടെ കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം ലോജിക്കൽ മൈൻഡാണ്. അങ്ങനെ ആകുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കാത്തത് കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന് പക്ഷേ ഡിവൈൻ പവർ ഉണ്ട്. അത്ഭുതങ്ങളും മിറക്കിൾസും സംഗതികളൊക്കെ നിങ്ങൾക്ക് തരാനുള്ള കഴിവുണ്ട്. ലോജിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ അതിന് ഉത്തരങ്ങൾ കിട്ടുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിന് ഉത്തരങ്ങൾ ആവശ്യമില്ല, അത് നടത്തി തരുന്ന സംഗതിയാണ്. അതിന്റെ കാര്യകാരണങ്ങൾ അതിനറിയില്ല. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് കണക്റ്റഡ്. കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് കണക്റ്റഡ് അല്ല. കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ആകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് കോസ്മിക് കോൺഷ്യസ് എന്ന് പറയുന്ന, സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്ന ഹയർ മൈൻഡിലേക്ക് നമ്മൾ കണക്റ്റഡ് ആകുന്നത്, യൂണിവേഴ്സൽ മൈൻഡിലേക്ക് കണക്റ്റഡ് ആകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആവുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആവുന്നു. നിങ്ങൾ ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കാമായി വരികയും കൂളായി വരികയും റിലാക്സ്ഡ് ആയി വരികയും ചെയ്യുന്നു. മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ യെസ് ഓർ നോ? പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സ് ശാന്തമാകുന്നു. പ്രാർത്ഥിക്കാത്ത സമയത്ത് നിങ്ങൾ കോൺഷ്യസ് മൈൻഡിലാണ്. കോൺഷ്യസ് മൈൻഡിൽ സ്ട്രെസ് ഉള്ള മൈൻഡാണ്. സ്ട്രെസ് കിടക്കുന്നത് കോൺഷ്യസ് മൈൻഡിലാണ്. ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിരന്തരം സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ സ്ട്രെസ് പോകും, ഒരു മെസ്സേജ് ആയിട്ട് പോകും. കാരണം ആ സ്ട്രെസ് അനുഭവിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണെങ്കിൽ പോലും അത് ആവർത്തിച്ച് അനുഭവിച്ചു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകും, അതിൻ്റെ ഒരു മെസ്സേജ് പോകും, അതിലവിടെ നെഗറ്റീവ് പിന്നെ റിപ്പീറ്റ് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ എന്താ വെച്ചാൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ, കാര്യങ്ങൾ റിലാക്സ് ചെയ്തിട്ട് വളരെ സില്ലി ആയിട്ട് വിടേണ്ട കാര്യങ്ങൾ വരെ ആവർത്തിച്ച് ഓവർ തിങ്കിങ് നടക്കുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്. ചില ആൾക്കാർക്ക് ഓവർ തിങ്കിങ് വരും, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. യെസ് ഭയങ്കരമായിട്ട് തിങ്കിങ് ആണ്. എന്താ കാര്യം? ആവർത്തിച്ച് തിങ്ക് ചെയ്ത് ട്രോമ ഒരുപാട് അനുഭവിച്ചിട്ട്, വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ട്, പലതിനെ കുറിച്ചും ഇൻസെക്യൂർഡ് ആയിട്ട്, ഫിയർ വല്ലാണ്ട് കയറി ചെറുപ്പത്തിൽ ഒരുപാട് അവഗണനയും കുറ്റപ്പെടുത്തലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചത് കൊണ്ട്. ADHD എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. നിങ്ങളിപ്പോൾ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കേട്ടിട്ടുണ്ടാവും ADHD, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. കുഞ്ഞുനാളിൽ പല കുട്ടികളിലും കാണുന്ന ഒരു കാര്യമാണ് ADHD. എല്ലാ കുട്ടികളിലും അല്ല. അപ്പൊ ഈ ചില കുട്ടികൾ എന്ന് വെച്ചാൽ കുറച്ചും വ്യത്യസ്തരായിരിക്കും. ഈ വ്യത്യസ്തരായിരിക്കുന്ന കുട്ടി, എല്ലാവരും വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തതയുടെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെടുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കലുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചില ADHD ഉള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അതുണ്ടാവും. അപ്പൊ ചെറുപ്പത്തിൽ വലിയ ദേഷ്യം, ഭയങ്കരമായിട്ട് കുറുമ്പ്, പല കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കാതെ, ഇങ്ങനെയുള്ള കുട്ടികൾ നന്നായിട്ട് എന്ത് അനുഭവിക്കും? പെയിൻഫുൾ ആയിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. കാരണം കുട്ടി ഒരുപാട് ജഡ്ജ് ചെയ്യപ്പെടാം, ഒരുപാട് വഴക്ക് കിട്ടിയേക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അങ്ങനെയുള്ള ആ കുട്ടിയെ റൈറ്റ് ആയിട്ടുള്ള പാരന്റിങ് കിട്ടാതെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകും? ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത് ഇൻസെക്യൂരിറ്റിയാണ്, പേടിയാണ്, ഫിയറാണ്, സംഗതികളാണ്. ആ കുട്ടിക്ക് ഓവർ തിങ്കിങ് സ്വാഭാവികമായിട്ട് വരും. എപ്പോഴും ഒരു അലർട്ട് മോഡിലായിരിക്കും, എപ്പോഴും ഒരു സെക്യൂരിറ്റി മോഡ് ഓൺ ആയിരിക്കും. എപ്പോഴും എന്താ വെച്ചാൽ ഒരു വിജിലന്റ് ആയിട്ട്, ഒരു പേടിയോട് കൂടിയിട്ട് അലേർട്ടായിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അലേർട്ടായിട്ട് വിജിലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടുന്ന ഒരാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇത് ജനറ്റിക്സ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സബ് കോൺഷ്യസ് മൈൻഡിൽ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ ഓവർ തിങ്കിങ്ങിന്റെ കാരണം എന്ന് വെച്ചാൽ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അതിനുള്ളിൽ ചെന്നതാണ്. ചെറുപ്പത്തിലെ ചെന്നിട്ടുണ്ടാവും. ഇതിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. നമുക്ക് ചെയ്യാൻ പറ്റും.
കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ അധികം ആൾക്കാർ ചിന്തിക്കുക. ഈ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, അവരുടെ ലൈഫ് ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ ലൈഫ് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ ലൈഫിൽ അവർക്ക് എന്തുണ്ടാവില്ല, അപാരമായ സംഗതികള്, മാജിക്കുകള്, സംഗതികള് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. അവരതിൽ വിശ്വസിക്കുന്നില്ല. അവരെപ്പോഴും വിശ്വസിക്കുന്നത് എന്താണ്, ഹ്യൂമൻ പവർ, അതായത് ലോജിക്കൽ മൈൻഡ് കൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മൈൻഡാണ്. അവർ ചിന്തിക്കുന്ന വെച്ചാൽ അതെങ്ങനെ നടക്കുക, ഇതെങ്ങനെ നടക്കുക എന്ന് ചിന്തിക്കുക ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് എന്താ ചിന്തിക്കുക, അത് നടക്കും, ഒരു മജീഷ്യൻ മൈൻഡാണ്, എല്ലാം നടക്കും, എല്ലാം നടക്കും എന്ന് വിശ്വസിക്കലാണ്. എല്ലാം നടക്കും, അത് പോസിബിൾ ആണ്, അത് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികളാണ്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് എന്താണ്, 10% പവർ ആണ് കോൺഷ്യസ് മൈൻഡ്. 10% പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 10% പവറാണ് നമുക്കുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിന് 90% ശക്തിയുണ്ട്. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ശക്തി, നമ്മുടെ ഓവറോൾ മൈൻഡിന്റെ ശക്തി എടുക്കുകയാണെങ്കിൽ 90% കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. വർക്ക്സ് വെൻ വി ആർ അവേക്ക്. കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. അതാണ് അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും സ്വപ്നം കാണുന്ന സബ് കോൺഷ്യസ് മൈൻഡിനുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നിങ്ങൾ പലതും ആ സ്വപ്നങ്ങൾ കാണുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് ഒരുപാട് പവറുണ്ട്. ഇറ്റ് ക്യാൻ ട്രാവൽ എനിവേർ. പ്രിമോണിഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, പവറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിക്കണം. ദേജാവു എന്ന് പറയുന്ന ഒരു പവറുണ്ട്. നിങ്ങൾ ചില സംഗതികൾ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് കാണുന്ന ചില സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് മുമ്പ് വന്നിട്ടുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. ഇതേപോലെ ഒരു മെമ്മറി എനിക്ക് ഇതേപോലെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇതേപോലെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. അതായത് നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് എങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ള, നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്ക് അപ്പുറത്തേക്ക് പുറത്തു പോയി ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഇമാജിനേഷനിൽ നിങ്ങൾ എവിടേക്കൊക്കെ പോകാൻ പറ്റും, നിങ്ങൾക്ക് എവിടെയും പോയിക്കൂടെ? അമേരിക്കയിൽ ഇപ്പൊ പോയിക്കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ? മൈൻഡ് കൊണ്ട് പോയിക്കൂടെ? സങ്കല്പ ലോകത്ത് പോയിക്കൂടെ? ഈ സങ്കല്പ ലോകം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലോകമാണ്. യു ക്യാൻ ട്രാവൽ. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഭയങ്കരമായിട്ടുള്ള കുറെ എക്സ്പീരിയൻസുകൾ, വളരെ പവർഫുൾ ആയിട്ടുള്ള കുറെ സംഗതികളുണ്ട്. സെർവന്റ് എന്ന് പറയുന്നത്, അല്ലെ, നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ബോസ് ആയിട്ടാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ഒരു ബോസ് ആയിട്ട് പ്രവർത്തിക്കുക, കമാൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സെർവന്റ് ആണ്. സെർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമപ്പണി എടുക്കുന്ന ആളാണ്. സെർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും അത് കേൾക്കും. ഒരു വേലക്കാരിയെ പോലെയാണ്, വേലക്കാരനെ പോലെയാണ്. എന്ത് പറഞ്ഞാലും അത് കേൾക്കും, സാധിച്ചു തരും. എന്താണോ കമാൻഡ് കൊടുക്കുന്നത് ആ കമാൻഡ് അത് സാധിച്ചു തരാൻ, അത് ചോദ്യം ചെയ്യില്ല. കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇതെങ്ങനെ ശരിയാവുക, അതെങ്ങനെ ശരിയാവുക, അത് പറ്റില്ല, അത് നടക്കില്ല, അത് വേണ്ട. നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മളെ ലിമിറ്റഡ് ആക്കും. സെർവന്റ് എന്താണ്, സെർവന്റിനോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സെർവന്റ് എന്താ വേണ്ടത് വെച്ചാൽ അവിടെ കമാൻഡുകൾ എഴുതി കൊടുക്കണം. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കേണ്ട കമാൻഡുകൾ എന്ന് വെച്ചാൽ അവിടെ എന്താണോ കൊടുത്തിട്ടുള്ള കമാൻഡുകൾ, ഓർഡർ എന്താണോ ചെന്നിട്ടുള്ളത്, അവിടെ എന്താണ് ബിലീഫായിട്ട് കിടക്കുന്നത്, അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മടിയാണോ? മടി, ഓക്കെ ശരി, റെസ്റ്റ് എടുക്കാം. ഉടനെ വരും കമാൻഡ്. മടിയാണോ? ഓക്കെ ശരി, റെസ്റ്റ് എടുക്കാം. ക്ഷീണം? ക്ഷീണം, ഓക്കെ, റെസ്റ്റ് എടുക്കാം. ഒന്ന് വെറുതെ ഇരുന്നാലോ? വെറുതെ ഇരിക്കാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അവിടെ എന്താണോ എഴുതപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവുക. നെക്സ്റ്റ് എന്താണ്, ക്രിയേറ്റീവ് ആയിരിക്കും. ഇവിടെ അനലിറ്റിക്കൽ മൈൻഡ് ആണ്. കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അനലിറ്റിക്കൽ ആണ്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങളും. പക്ഷെ ഇവിടെ അനലിറ്റിക്കൽ മൈൻഡ് എന്ന് വെച്ചാൽ എന്താണോ ഉള്ളത് അതിനെ അനലൈസ് ചെയ്യാനേ കഴിയുള്ളൂ. എന്നാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് എന്ന് പറയുന്നത് പുതിയത് സൃഷ്ടിക്കാനുള്ള എബിലിറ്റിയാണ്. എന്താണ് ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റീവ് ആണ്, പുതിയ ഐഡിയകൾ വരും, പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ കൂടുതൽ കോൺഷ്യസ് മൈൻഡ്. എന്നാൽ റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ക്രിയേറ്റീവ് ആയിരിക്കും കൂടുതൽ. കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ നന്നായിട്ട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം, പുതിയ ആശയങ്ങൾ, സംഗതികൾ. കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ തിങ്സ് ബിഫോർ ആക്ഷൻസ്. പ്രവർത്തികൾ ചെയ്യുന്നതിന് മുൻപ് നന്നായിട്ട് ആലോചിക്കുന്നു. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിന് എന്തില്ല,
അതിനെന്തില്ല, അത് ചിന്തിക്കാനുള്ള കഴിവില്ല. ചിന്തിക്കാനുള്ള കഴിവ് അതിനില്ല, അത് ചിന്തിക്കില്ല. എന്ത് കമാൻഡ് കൊടുത്തോ അത് ചെയ്യും. ആവർത്തിച്ച് എന്ത് ചെയ്യണം, ഒരു ടെററിസ്റ്റ് ക്യാമ്പിലേക്ക് ഒരാളെ, ഭീകരവാദ ഗ്രൂപ്പിലേക്ക് ഒരാൾ എന്ത് ചെയ്തു, ഒരാളെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ട്, അല്ലെങ്കിൽ അവിടേക്ക് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടുപോയി, ഒരു യുവാവിനെ കൊണ്ടുപോയി കണ്ടിന്യൂസ് ആയിട്ട് 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ക്ലാസ്സുകൾ കൊടുത്തു. നിങ്ങളുടെ മതത്തിലല്ലാത്ത ആൾക്കാരെല്ലാവരും തെറ്റുകാരാണ്, മോശക്കാരാണ്, നീ അവരെ കൊല്ലണം, ഈ വർഗ്ഗക്കാരൻ, ഈ മതക്കാരൻ, ഈ കാഴ്ചപ്പാടുള്ളവൻ ഇന്ന തെറ്റുകാരനാണ്. അതിനുള്ള കുറേ കൺവിൻസിങ് ആക്കുന്ന കുറെ കാര്യങ്ങൾ ആവർത്തിച്ച് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവന് ചിന്തിക്കാൻ കഴിയില്ല. പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കാൻ കഴിയില്ല. പോയിട്ട് ബോംബ് വെക്കുന്നതിന് മുൻപ് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ചിന്തിക്കാൻ കഴിയില്ല. ഈ കനോട്ട് തിങ്ക്. അവന്റെ മൈൻഡിന് എന്താണോ ഉള്ളത് അതെല്ലാം ശരികളാണ്. നമ്മളുടെ മൈൻഡിനുള്ളിലുള്ളതെല്ലാം ശരികളാണ്, നമ്മുടെ ശരികളാണ്. അപ്പൊ അത് ചിന്തിക്കില്ല, മാറി ചിന്തിക്കില്ല. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത അതാണ്, മാറി ചിന്തിക്കില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അത് കറക്റ്റായിട്ട് എന്താ വെച്ചാൽ ഓവറായിട്ട് ചിന്തിച്ചെടുക്കില്ല. നിങ്ങൾക്കിപ്പോ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു സംഗതിയാണ് കൊടുക്കുക. ആ മൈൻഡിലേക്ക് റിപ്പീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്താ വെച്ചാൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ഇല്ല, വർക്ക് ചെയ്യുക എന്നുള്ള ചിന്താഗതി വരും. യു ഗോട്ട് ഇറ്റ്? യൂസസ് ലോജിക്. ഇവിടെ ലോജിക് ഉപയോഗിക്കുന്നു, ലോജിക് ഇല്ല. ലോജിക് തീരെ ഇല്ലാതെയാണ്. ലോജിക് വർക്ക് ചെയ്യില്ല അവിടെ. സബ് കോൺഷ്യസ് മൈൻഡിൽ ലോജിക് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഇമോഷൻസ് എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, ദേഷ്യം പെടാൻ പാടില്ല എന്നുള്ള ലോജിക്ക് ദേഷ്യം വരുമ്പോൾ വർക്ക് ചെയ്യണില്ല. സ്വർണോ, ദേഷ്യം വരുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ള ലോജിക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്താ കാരണം? സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, വേദനയുണ്ട്. അതിൽ നിന്നാണ് അത് വരുന്നത്. അത് വരുമ്പോൾ അതിന് ലോജിക്ക് വർക്കാവില്ല. ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല, ചിന്തിക്കില്ല. കാരണം അങ്ങനെ സംഗതി അവിടെ ഇല്ല, ലോജിക്ക് ഇല്ല. അത് പെട്ടെന്ന് അതെന്ത് പ്രവർത്തിച്ചു കഴിയും. ഫിൽട്ടർ ഫോർ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിൽട്ടർ ആയിട്ട് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യണേ. ദർ ഇസ് നോ ഫിൽട്ടർ. ഫിൽട്ടർ എന്ത് ചെയ്യുന്നില്ല അവിടെ. ഫിൽട്ടറോ കാര്യങ്ങളോ സംഗതികളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഹാസ് ലിമിറ്റഡ് പവേഴ്സ്. അൺലിമിറ്റഡ് പവറാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻ അലാദീൻ അത്ഭുത വിളക്കം കേട്ടിട്ടില്ലേ? അതിൽ അത്ഭുത വിളക്കാണ് എന്ത്? സബ് കോൺഷ്യസ് മൈൻഡ്. അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജീനിയാണ്. അലാവുദ്ദീൻ എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ്, ആഗ്രഹങ്ങൾ പറയുന്ന ആള്. എനിക്ക് ഇന്നത് വേണം. അപ്പൊ ജീനി എന്ത് ചെയ്യും? ജീൻ എന്ന് പറഞ്ഞ ജിന്ന്. അത്ഭുത വിളക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജിന്ന് എന്ത് ചെയ്യും? എന്താണോ വേണ്ടത് സാധിച്ചു കൊടുക്കും. എന്താണോ വേണ്ടത് സാധിച്ചു കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കുകയാണ് വേണ്ടത്. സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് അത് തന്നെ ചിന്തിക്കുക, അത് തന്നെ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് വേണം, ഐശ്വര്യം വേണം. മനസ്സിലാകുന്നുണ്ടോ? ഓർഡർ കൊടുത്തുകൊണ്ടേയിരിക്കുക. യു ജസ്റ്റ് ഗീവ് ഓർഡർ. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്താ വെച്ചാല് കൊടുക്കുന്നതിലൂടെ ലോജിക്കൽ ആയിട്ടുള്ള, റാഷണൽ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കുക. എന്നാൽ ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംതിങ് സൃഷ്ടിക്കുന്ന ആൾക്കാർ, വിജയിക്കുന്ന ആൾക്കാർ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഉപയോഗിക്കുക. അവരെന്ത് ചെയ്യും? അവരുടെ പോസിറ്റീവ് ഇമോഷൻസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ വെച്ചാൽ ഇമേജസും പോസിറ്റീവ് ഇമോഷൻസും. ലോകത്തെ 1% ആൾക്കാരേ ഉള്ളൂ. 99% ആൾക്കാരും എന്താണ്? ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മറ്റൊരു പ്രത്യേകത, എന്താണ് പോസിറ്റീവ് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് എന്നുള്ളത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അതിനില്ല. പോസിറ്റീവോ നെഗറ്റീവോ തിരിച്ചറിയാനുള്ള കഴിവ് എന്ത് കമാൻഡ് കൊടുത്താലും അത് സ്വീകരിക്കും. ആവർത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുത്താലും അത് സ്വീകരിക്കും. ഇറ്റ്സ് ലൈക്ക് എ ഡ്യൂട്ടിഫുൾ സെർവന്റ് ആൻഡ് ആക്ട്സ് അപ്പോൺ ദ ഇൻഫർമേഷൻ ഗിവൻ. അവിടേക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഈസ് ഹാപ്പനിങ് 24/7 ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് ലൈഫ്. നമ്മൾ 24/7 എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും 24 മണിക്കൂറും ഇത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓരോ സമയത്തും ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട്. ഈ സെക്കൻഡിൽ നിങ്ങൾ അതിലേക്ക് കമാൻഡ് കൊടുക്കുന്നുണ്ട്. യെസ് ഓർ നോ? അതിലേക്ക് നിങ്ങൾ ഇപ്പോഴും കമാൻഡ് കൊടുക്കുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് നിങ്ങൾ അറിയാതെ
ഇപ്പോഴും കമാൻഡ് കൊടുക്കും. സോ യു ആർ റിപ്പീറ്റിംഗ് ദ ലൈഫ്, യു ആർ റിപ്പീറ്റിംഗ് ദ തോട്ട്സ്. പല തോട്ട്സുകളും റിപ്പീറ്റ്, അത് ആവർത്തിച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം ഇനി കൊടുക്കാൻ. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. You have to be very careful. So whatever that is giving, നിങ്ങൾ അൺകോൺഷ്യസ്ലി അറിയാതെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന, അറിയാതെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇതൊക്കെ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ whenever that you are giving, അത് അതിനനുസരിച്ച് ലൈഫിൽ വീണ്ടും പ്രവർത്തിക്കുകയാണ്. സോ ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. Why your life is not changing? Because your thoughts are repeating. Similar thoughts. അത് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഒരു ദിവസത്തെ ചിന്തകളുടെ 95% ചിന്തകൾ തന്നെയാണ് നെക്സ്റ്റ് ഡേയിലും വരുന്നത്, അല്ലേ? നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്ക്. രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ ലൈഫ് ഇങ്ങനെ റിപ്പീറ്റഡ് ആണ്. അത് റിപ്പീറ്റഡ് ആവുന്നതിന്റെ കാരണം എന്താണ്? റിപ്പീറ്റഡായി പല ആൾക്കാരും സ്റ്റക്കായി പോകുന്നുണ്ട്. 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ്. ആ പോയിന്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ലൈഫിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ആ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ആ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു ടൂറ് പോകാൻ, യാത്ര പോകാൻ, ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ, സാമ്പത്തികം മാറ്റിയെടുക്കാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ, ഈ ഡ്രസ്സിങ്ങും ശൈലിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ, തടി കുറയ്ക്കാൻ, ഭാരം കുറയ്ക്കാൻ. ബട്ട് യു ആർ സ്റ്റക്ക് ദേർ ബിക്കോസ് നിങ്ങളുടെ ചിന്തകൾ എന്താണ്? റിപ്പീറ്റഡ് ആണ്. കാരണം നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ എൻവയോൺമെന്റ് നിങ്ങളുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്ത്, നിങ്ങളുടെ പ്രവർത്തികൾ ഇൻഫ്ലുവൻസ് ചെയ്ത്, നിങ്ങളുടെ സ്വഭാവങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ യു ഹാവ് ടു ബ്രേക്ക് ദ പാറ്റേൺ. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തേ പറ്റൂ. യു ഹാവ് ടു ടേക്ക് ഡിസിഷൻസ്. ആ ഡിസിഷൻസ് എടുക്കാനും പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ വിളിക്കുന്നത് എന്തിലേക്ക്? You have to come to the പ്രോഗ്രാമിലേക്ക് വരൂ. And let's break it for you and change. Let's help you to change your life. ഇന്ന് ലാസ്റ്റ് അവസരമാണ്. 4-ാം തീയതിയാണ്. നാളെയാണ് നമ്മുടെ സെഷൻ ആരംഭിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി to register. പ്രോഗ്രാമിലേക്ക് ഗ്രാബ് ചെയ്യുക. ഈ ഒരു 30% ഓഫറോട് കൂടി 7,000 rupees നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു പേഴ്സണൽ കോച്ചിനെ വെച്ചു തന്നിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പോവാണ്. ഹൗ യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളൊരു പാറ്റേണിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ആ പാറ്റേൺ ഇനി എങ്ങനെ ബ്രേക്ക് ചെയ്യും? യു ഹാവ് ടു ലേൺ ഇറ്റ്. പഠിക്കണം. അത് പഠിച്ചിട്ട് അത് ഇൻഡെപ്തിൽ നിങ്ങൾ പഠിക്കാനുള്ള അറിവ് തരാൻ ഞാൻ റെഡിയാണ്. നമ്മുടെ ടീം മെമ്പേഴ്സ് റെഡിയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഓൾ യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് കം ആൻഡ് ജോയിൻ ആൻഡ് ലെറ്റ്സ് വർക്ക് ടുഗദർ. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ഗൈഡ് ചെയ്തിട്ട് എന്താ വെച്ചാൽ സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം? റീട്രോമറ്റൈസിങ് ചെയ്യാതെ റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള ഡിവൈൻ പവർ ഉണ്ടല്ലോ. ആ ഡിവൈൻ പവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്ന നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ, ലൈഫ് കുറച്ചുകൂടെ എളുപ്പമാകും. ലൈഫ് കുറച്ചുകൂടെ ഈസി ആകുള്ളൂ. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം ലൈഫ് ഹാർഡാണ്. ലൈഫ് ഭയങ്കര പ്രയാസമാണ്. ദുഃഖം എപ്പോഴും ഉണ്ടാകും. കാരണം ലോജിക്കൽ മൈൻഡിൽ എപ്പോഴും എന്താ വെച്ചാൽ ദുഃഖം വന്നുകൊണ്ടിരിക്കും, പ്രയാസം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ലോജിക്കൽ മൈൻഡ് ഉപയോഗിക്കുന്നത് കുറച്ച് സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കുന്നതിലേക്ക് വരണം. സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മൾ നന്നാക്കി എടുക്കേണ്ടത്, ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പ് കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. ആൾക്കാർ ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ കോൺഷ്യസ് മൈൻഡ് മാത്രം ഉപയോഗിക്കും, സബ് കോൺഷ്യസ് മൈൻഡിൽ ഒന്നും ചെയ്യില്ല. സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് മാറ്റിയെടുക്കുന്നതിലൂടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള പവർ നമുക്ക് വല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉള്ളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ ഭാഷ എന്ന് പറയുന്ന ലവ് ആണ്. അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് മിറക്കിൾസ് കാണണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ലവ്, ദ പവർ ഓഫ് ലവ്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അത് പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് എനർജി ഫ്രീക്വൻസി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ there will be lot of
ഹ്യൂജ് ഷിഫ്റ്റ് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ്. ഒരുപാട് ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കും. ആ ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? യു അട്രാക്ട് ദ റൈറ്റ് പീപ്പിൾ. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളിലേക്ക് വരും. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് സംഭവിച്ചു തുടങ്ങും. നല്ല അവസരങ്ങൾ, നല്ല ആശയങ്ങൾ, നല്ല അറിവുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് ദ വേ യു തിങ്ക്. നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അത് ചേഞ്ച് ചെയ്യും. നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും. നിങ്ങളിലേക്ക് പണം കൂടുതൽ വരും, അവസരങ്ങൾ കൂടുതൽ വരും. ഇത് വെറുതെ പറയുന്നതല്ല. ഇറ്റ് വിൽ ഹാപ്പൻ. ദ തിങ് ഈസ് ലൈക്ക് you have to keep it pure, പോസിറ്റീവ്, ഹെൽത്തി. ഇതിനെന്ത് ചെയ്യണം? ട്രോമകൾ ഹീൽ ചെയ്യണം, മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉള്ളിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ഹൈ ഫ്രീക്വൻസി എനർജി നിങ്ങളിൽ നിറക്കണം. ഹൈ ഫ്രീക്വൻസി എനർജി നിങ്ങൾ നിറയ്ക്കുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണെന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുക. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരിക. അവസരങ്ങളുടെ ഒരു വലിയൊരു ഡോർ എന്ത് ചെയ്യും? ഓപ്പൺ ആവും. ഇത് പറയുമ്പോൾ ഭയങ്കര വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ ആകെ ഷിഫ്റ്റ് ആകും. റൈറ്റ് പീപ്പിൾ വിൽ കം. നിങ്ങൾ ഇന്റൻസീവായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. പണം നിങ്ങളിലേക്ക് വരും, സമ്പത്ത് നിങ്ങളിലേക്ക് വരും, നല്ല ആരോഗ്യാവസ്ഥ നിങ്ങളിലേക്ക് വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ ക്ലാസ് റെക്കോർഡ് എല്ലാ ദിവസത്തെ ക്ലാസ് നമ്മൾ റെക്കോർഡായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഗ്രൂപ്പിലുണ്ടല്ലോ. സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് യു ഹാവ് ടു കം and change your life. I want you to come and experience this and fully leverage it. സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ നിങ്ങൾക്ക് പരമാവധി ലെവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു കോച്ച് ഇറ്റ്. ഇതൊറ്റയ്ക്ക് ഇരുന്ന് ഈ ഒരു ക്ലാസ് മാത്രം കേട്ട് ഈ ഒരു സംഗതികൾ മാത്രം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കില്ല? നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. മുറിവേദന ആളെ കൊല്ലുന്ന പറഞ്ഞ പോലെ ഇത് കുറച്ചങ്ങ് ചെയ്യുമ്പോഴേക്കും കുറച്ചങ്ങ് റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങൾ കുറച്ച് റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചു, ഓക്കെ ഇനി ഞാൻ ഇങ്ങനെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ വഴി തെറ്റിപ്പോകും, ട്രാക്ക് തെറ്റിപ്പോകും. സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ട്രാക്ക് തെറ്റിയും നിങ്ങൾക്ക് അറിയാത്ത തെറ്റിദ്ധാരണകളിലേക്കും നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക, അത് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകും. ചിലപ്പോൾ വേറൊരു റീട്രോമാറ്റൈസിങ് നടക്കുന്നുണ്ടാവും, വേറൊരു തെറ്റായ ബിലീഫ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ബി കെയർഫുൾ വെൻ യു ആർ വർക്കിംഗ് വിത്ത് യു നീഡ് എ കോച്ച്, യു നീഡ് എ ഗൈഡ്. പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ബെനിഫിറ്റ് തരും. സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ദർ ആർ തിങ്സ് ദാറ്റ് യു ഷുഡ് ഡു ആൻഡ് ദർ ആർ തിങ്സ് യു ഷുഡ് നോട്ട് ഡു. ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട സംഗതിയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡിനുള്ളിലേക്ക് എന്ത് ചിന്തകൾ കടന്നുകൂടിയോ അതിനനുസരിച്ച് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും, നിങ്ങളുടെ ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്യും, നിങ്ങളുടെ വിശ്വാസങ്ങൾ ഷിഫ്റ്റ് ചെയ്യും, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് വാട്ട് ഹാപ്പൻസ്? യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ആർ ഡീലിംഗ് വിത്ത് ഇറ്റ്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ ഒരാളായിട്ട് അങ്ങ് മാറും. അപ്പൊ പുതിയ മടിയുള്ള ഒരാളായി മാറാം. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? പുതിയ മടിയുള്ള ഒരാളായി മാറാം. ചില ആൾക്കാരെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കൂടുതൽ മടിയന്മാരായവരുണ്ട്. സ്വയം ചെയ്തതിന്റെ പ്രശ്നമാണ്. കാരണം എനിക്കെല്ലാം എളുപ്പത്തിൽ ലഭിക്കുമല്ലോ എന്ന ചിന്ത കൊടുത്ത് അവയർനെസ് കൊടുത്ത് അപ്പൊ ഇനി ഞാനൊന്ന് പണിയെടുക്കാം. അപ്പൊ എനിക്കെല്ലാം ഇനി ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ കുറഞ്ഞ എഫർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനത്തെ ചിന്തകൾ കൊടുത്ത് അതാണ് സ്റ്റോറായി. യു ഗോട്ട് ഇറ്റ്, ദേ ബിക്കം ലേസി. അവർ ആ ട്രാപ്പിൽ പെട്ട കുറെ ആൾക്കാരുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. whenever you are putting an idea into your mind, whenever you are putting an idea, ഒരു ആശയം, ഒരു ചിന്ത സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. You have to be very careful. Because if you have given that, അത് അവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പിന്നെ അങ്ങനെയാണ്. നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടോ, ആ ചിന്ത കൊടുത്തിട്ടുണ്ടോ, പിന്നെ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ കൊടുത്ത കുറേ ചിന്തകളുണ്ട് ഇല്ലേ? നേക്കിൽ കാര്യം സാധിക്കണം. നിങ്ങൾ കൊടുത്തതാ, വേറെ ആരും കൊടുത്തതല്ല. കുറഞ്ഞ ചെലവിൽ കിട്ടണം. ഫ്രീ ആയിട്ട് ക്ലാസ് ഉണ്ട്. ഇവർ പെയ്ഡ് ആയിട്ടൊക്കെ ക്ലാസ് എന്തിനാ പോകണം? നിങ്ങൾ കൊടുത്തതാണ്. ഉടനെ അവിടെ നിങ്ങൾ സ്റ്റക്കായി.
ഫ്രീ ആയിട്ടുള്ള ക്ലാസ് കേൾക്കുന്നതാണ് ബുദ്ധി എന്ന് നിങ്ങൾ മൈൻഡിൽ കൊടുത്തു. ആ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ ഉടൻ എന്താവും, നിങ്ങൾ ഇനി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിൽ മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവമായി മാറും. അത് മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് പഠിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഐ മീൻ കൂടുതൽ ഡെപ്തിൽ പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളിങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും പഠിക്കുന്ന, കുറേശ്ശെ പഠിക്കുന്ന, എന്നിട്ട് കുറേശ്ശെ എന്തൊക്കെയോ ചെയ്യുന്ന, എന്നിട്ട് എവിടെയും എത്താത്ത, എവിടെയും ഒരു ദിശയില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന, എന്തൊക്കെയോ പഠിച്ച്, എന്തൊക്കെയോ പറഞ്ഞ്, എന്തൊക്കെയോ സംസാരിച്ച്, എന്തൊക്കെയോ ചിന്തിച്ച്, ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ പറ്റി ജഡ്ജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അവന്റെ സംസാരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെല്ലാം അറിയാം, എന്നാ ഒന്നും എത്തിയിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല എന്ന ഒരു ഇതിൽ ഇങ്ങനെ കിടന്ന് ഉഴലുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. എത്ര പേർക്കുണ്ടത്? കുറേ ക്ലാസ് ഞാൻ കേട്ടത്, കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. യു നീഡ് സപ്പോർട്ട്, യു നീഡ് ഹെൽപ്പ്. എത്രയോ മൈൻഡ് പവർ ക്ലാസ് കേട്ടിട്ടുണ്ട്, എത്രയോ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എത്രയോ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, എത്രയോ വെബിനാറിൽ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ സീരിയസ് ആയിട്ട് ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് അതിന് വേണ്ട കോച്ചിങ് എടുക്കാത്തത് കൊണ്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, കറങ്ങാണ്. നിങ്ങൾ അങ്ങനെ കറങ്ങി 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 അങ്ങ് തീരും. എത്ര വർഷം കഴിഞ്ഞു? 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം. സോ യു നീഡ് എ പ്രോപ്പർ കോച്ചിങ്, യു നീഡ് ഹെൽപ്പ്. പ്രോപ്പർ കോച്ചിങ് എടുത്ത് ഇൻഡെപ്തിൽ ഇരുന്ന് ആഴത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ആഴത്തിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഫോർ ദാറ്റ് വി കനോട്ട് ഡു ഇറ്റ് അലോൺ. ഞാനുണ്ട് ഇങ്ങനെ സോഫിയ. സോ ദെൻ ചേഞ്ച് ദാറ്റ് പാറ്റേൺ. ആ പാറ്റേൺ ചേഞ്ച് ചെയ്യും. ആ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ടേക്ക് എ ഡിസിഷൻ എടുക്ക്. ഇനി ഞാൻ എന്ത് ചെയ്യില്ല, ഈ രൂപത്തില് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പഠിക്കും. പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്ത് ആത്മാർത്ഥമായിട്ട് എനിക്കൊരു കോച്ചിന്റെ സഹായം, കാരണം ആ കോച്ച് ഫുൾ ടൈം എന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് കോച്ചിന്റെ സഹായം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീരിയസ് ആയിട്ടുള്ള ഹെൽപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു പേ ഫോർ ഇറ്റ്. പേയ്മെന്റ് അടച്ചേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ ടൈം നമുക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്, സീരിയസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അവരവരുടെ ടൈം പ്രൊഫഷണലി അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അത് ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ട് സീരിയസ് ആയിട്ട് നിങ്ങളുടെ കറക്റ്റ് പ്രോബ്ലംസ് കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള രീതികളിൽ കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കോച്ചിങ് പ്രോഗ്രാം. ഇൻ ഡെപ്തിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ആദ്യം ഇന്നത് പഠിച്ച്, പിന്നീടുള്ളത് ഇങ്ങനെ പഠിച്ച്, അടുത്ത ചാപ്റ്റർ ഇത് പഠിച്ച്, അത് പഠിച്ച്, ഓരോ പോയിന്റ് 1 by 1 ആയിട്ട് കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. എന്താണ് ആദ്യം പഠിക്കേണ്ടത്, പിന്നീട് എന്താ പഠിക്കേണ്ടത്, എന്നിട്ട് അത് ആഴത്തിൽ പഠിക്കണം. ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ഓരോ സ്റ്റെപ്സുകൾ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ആയിട്ട് അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇന്ന മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് ആഴത്തിൽ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് കോച്ചിങ് നൽകി, നിങ്ങൾക്ക് സപ്പോർട്ട് നൽകി, നിങ്ങൾ ഡൗൺ ആവുമ്പോൾ ഗൈഡ് ചെയ്ത് കൈപ്പിടിച്ചുയർത്തി വീണ്ടും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കറക്റ്റ് ചെയ്ത് ക്ലാരിറ്റി തിരിച്ചു തന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സെൽഫ് ലവ് നിങ്ങളിൽ വർദ്ധിപ്പിച്ചു തന്ന് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയുള്ള തെറാപ്പീസ് ചെയ്തു തന്ന് നിങ്ങളുടെ ട്രോമകൾ ഹീൽ ചെയ്ത് നല്ല രീതിയിലേക്ക് ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ട് 1 by 1 ആയിട്ട് നിങ്ങളുടെ ഒരു ക്ലാരിറ്റി നിങ്ങൾ 100% നിങ്ങൾക്കൊരു ലൈഫ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരുമ്പോഴാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വർക്ക്ഔട്ടായി റെഡിയായി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദാറ്റ് ഹെൽപ്പ് യു നീഡ് ഇറ്റ്, ആൻഡ് യു നീഡ് ഇറ്റ്, വിച്ച് ഇസ് എ ബിഗ് ട്രൂത്ത്. അതുകൊണ്ടാണ് പറയുന്നത് യു നീഡ് കോച്ചിങ്. സോ ബി ബ്ലഡി സീരിയസ്, ഡോണ്ട് ബി എ ഫൂൾ. നമ്മളൊരു ഫൂൾ ആയി പോകരുത്, നമ്മളെ ഫൂൾ ആക്കരുത്. If you need change, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കണോ, നമുക്ക് ഹെൽപ്പ് ആവശ്യമാണ്. ഇതൊരു അവയർനെസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ക്ലാസ്സിലൂടെ. അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. There are changes. ഈ ചേഞ്ച് അല്ല നമ്മൾ പറയുന്ന ചേഞ്ച്, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച്, തിരിഞ്ഞു പോകാത്ത ചേഞ്ച്. അതിലേക്ക് ഇനി ഒരു തിരിച്ചു പോക്കില്ലാത്ത രീതിയിൽ ആവർത്തിച്ച് നല്ല രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. കം ആൻഡ് അറ്റൻഡ് ആൻഡ് ലെറ്റ്സ് ഹെൽപ്പ്, ബിക്കോസ് വി ആർ ഗോയിങ് സോ ഡീപ്പ് ഇൻ ടു ദിസ്. അപ്പൊ മറക്കരുത്, പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ബന്ധപ്പെടുക. സോ ഓക്കെ, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വരിക. ഇങ്ങനത്തെ ഒക്കെ ഫോളോ ചെയ്തിട്ടും ഓക്കെ ആകാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്തിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്തത്? ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം.
കോച്ചിങ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് ലഭിച്ചേ പറ്റും. ഈ റൈറ്റ് ആയിട്ടുള്ള കോച്ചിങ്ങിലേക്ക് നിങ്ങളുടെ റൂട്ട് കോസ് കണ്ടെത്തും. ചില കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ റൂട്ട് കോസ് കണ്ടെത്തുന്നുണ്ടാവില്ല. റൂട്ട് കോസിലേക്ക് നമ്മൾ പോകണം. ആ റൂട്ട് കോസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റണം. അപ്പൊ അതിനനുസരിച്ചുള്ള അവയർനെസ് ഉള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കണം. എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതിന്റെ. അപ്പൊ അത് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊണ്ടുവരണം. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂ ലേണിംഗ്. ആ കോച്ചിങ് സർവീസ് കണ്ടിന്യൂ ചെയ്യണം. കാരണം ചില കേസിൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളൊരു കോഴ്സ് ചെയ്താൽ മാത്രം ചിലപ്പോൾ മതിയാവില്ല. ചില വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഉള്ളതുപോലെ പറയുന്നു, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു കോഴ്സിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ആയിട്ടുള്ളൂ. ചിലപ്പം വീണ്ടും ചില പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിന് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വേറെ കോച്ചിങ് നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അതേ കോച്ചിന്റെ കീഴിൽ എന്ത് ചെയ്യുക, ആ സർവീസ് തുടരുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്താ വെച്ചാൽ സെയിം ഫീയോ കാര്യങ്ങളോ കൊടുക്കേണ്ടതില്ല. യു ഹാവ് ടു റിപ്പീറ്റ് ദ കോഴ്സ് ഓർ റിപ്പീറ്റ് ദ സർവീസസ്. സപ്പോർട്ട് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ആൻഡ് ഡു ഇറ്റ് ടിൽ യു ഗെറ്റ് ഓവർ. നിങ്ങളുടെ പ്രോബ്ലത്തിൽ നിങ്ങൾ തിരിച്ചു നടക്കുന്നത് വരെ. ബിക്കോസ് വി നീഡ് ഹെൽപ്പ്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. വി കൻ നോട്ട് ഡു ഇറ്റ് അലോൺ. നമ്മൾ ഒറ്റയ്ക്ക് വളരെ വീക്കാണ്. ഒരുമിച്ച് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു നൂലെടുത്ത് നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടില്ലേ? പൊട്ടിപ്പോവും പെട്ടെന്ന് ഈസി ആയിട്ട്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു നൂലാണ്, ഒരുപാട് നൂലുകൾ ചേർന്നതാണ്. ഇത് പൊട്ടുന്നുണ്ടോ? നോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒറ്റയ്ക്ക് നമ്മൾ വീക്കാണ്. നമുക്ക് ഹെൽപ്പ് വേണോടും. സോ ദാറ്റ്സ് ദ ഹെൽപ്പ് ഐ എം ഓഫറിംഗ്. ദാറ്റ്സ് ദ ഹെൽപ്പ് ഐ എം telling you, like you need help, and we are building. ഞാനൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം to give you the help. I'm interviewing people every day. So you just come. I'm teaching people to help you. I'm building their coaches. A lot of coachമാരെ നമ്മൾ ബിൽഡ് ചെയ്ത് ഒരുപാട് പേരിലേക്ക് ഹെൽപ്പ് ആവശ്യം. So we'll be providing a personal coach, personal assistant coach. എന്ന് വെച്ചാൽ ആ കോച്ചിനെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലസ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. So let's do this together. This will be a വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള, വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. കം ആൻഡ് ജോയിൻ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ പ്രോഗ്രാമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചേഞ്ച് ആകും എന്നുള്ളത് അറിയാം. ഇനി നിങ്ങളുടെ ചോയ്സ് ആണ്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് ആൻഡ് ലാസ്റ്റ് കോൾ. കം ആൻഡ് ജോയിൻ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, മറക്കരുത്. അപ്പൊ 5-ാം തീയതി നാളെയാണ്. നാളെ മുതൽ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകും. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. We are going to transform their life. And I want you to go through the experience the same. മൈൻഡിന് ഒരുപാട് പവർ ഉണ്ട്, സംഗതികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ്. ആ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീരണം. ആ കഷ്ടപ്പാടുകൾ തീരണം. ആ ഒരു ഇല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു അതിനൊക്കെ ഒരു എളുപ്പം വരണം. ലൈഫിൽ എളുപ്പം കൊണ്ടുവരാൻ കഴിയും. കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം നിങ്ങളുടെ തിങ്കിങ്. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി നല്ല കാര്യങ്ങൾ, ഹയർ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യാതെ പുറത്തേക്ക് പോകുന്ന, ഹയർ ഫ്രീക്വൻസി എനർജികൾ പുറത്തേക്ക് പോകുന്ന, പോസിറ്റീവ് ഫ്രീക്വൻസി എനർജികൾ പുറത്തേക്ക് പോകുന്ന, നിരന്തരം നല്ല രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള അബണ്ടൻസും ഐശ്വര്യം കാര്യങ്ങളും വരുന്ന രീതിയിലേക്കുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഫോർ ദാറ്റ് കം ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ മറക്കാതെ വരിക. Let's heal your traumas. Let's reprogram your mind. Let's set goals for your life. And then let's create strategies to achieve that goals faster. And along with that, let's make law of attraction magic work. Law of attraction have a magic work. നമുക്ക് എന്ത് ചെയ്യാം? Let's work together. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. ട്രോമകൾ ഹീൽ ചെയ്യാം. അതേപോലെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാം. ഗോളുകൾ സെറ്റ് ചെയ്യാം. ആ ഗോളുകളിലേക്കുള്ള ഷോർട്ട് കട്ടുകൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷന്റെ പവർ ഉപയോഗിച്ചിട്ട്, പോസിറ്റീവ് ഫ്രീക്വൻസിയുടെ പവർ ഉപയോഗിച്ചിട്ട്, ഹയർ ഫ്രീക്വൻസി നിങ്ങളിൽ നിന്ന് എമിറ്റ് ചെയ്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിലൂടെയുള്ള അബണ്ടൻസും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. എളുപ്പം ലൈഫിലേക്ക് കൊണ്ടുവരാം. For that I am calling you. Just come and join. This is it. Thank you so much for spending time with me. ഇത്രയും നേരം സമയം ചോദിച്ചത്. ടൈം എപ്പോഴാണെന്ന് പറയാം. ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ മൈൻഡ് പവർ ക്ലാസ്സിന്റെ ടൈം എന്ന് പറയുന്നത്
വൈകുന്നേരം ഞാൻ ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് സുവൈന. കൺഗ്രാറ്റുലേഷൻ സുവൈന. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ യു. വേറെ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള, ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഉണ്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. മറക്കരുത്. ജെറി സാർ, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്യുക. ബിസി ഒന്നും പറയരുത്. ബിസി ഒക്കെ പോയി ലൈഫ് ഒന്ന് സ്ട്രക്ചേർഡ് ആക്കണം. എല്ലാ ദിവസവും മോർണിംഗിലെ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഇവിടെ മാത്രം കേട്ടിരുന്നാൽ പോരാ. ഐ വാണ്ട് യു ടു ബി സീരിയസ്. യു ക്യാൻ ജോയിൻ. വി വിൽ സെറ്റ് ഗോൾസ്. ഓക്കെ, ഷാറായിട്ട് എന്തായാലും വരണം. ഓക്കെ ഷാർ, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, ഞാനും ജോയിൻ ചെയ്തു. അഷ്ന, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്? വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ. രഹന ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് രഹന ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ. അക്ബർ, ഒരുപാട് ആൾക്കാരുടെ മെസ്സേജുകൾ വരുന്നു. ഐ തിങ്ക് വൺ ശാലിനി ഈസ് ജോയിൻ, വൺ വേറെ ഒരു UK എന്നുള്ള ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സോഫിയ ജോയിൻ ചെയ്യണം എന്നുണ്ട്. സോഫിയ ജോയിൻ ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ വഴികൾ വന്നിട്ടുണ്ടാവും അല്ലെ. എങ്ങനെ പണം വരും എന്ന് ചിന്തിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ വഴി വന്നിട്ടുണ്ടാവും. ആൻഡ് കം ആൻഡ് ജോയിൻ. ലെറ്റ്സ് ചേഞ്ച് ഇറ്റ്. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഓക്കെ, ലാസ്റ്റ് ബസ്. ടുഡേ വാസ് ദ ലാസ്റ്റ് ബസ്. എല്ലാ ദിവസവും ഞാൻ ഓരോ ബസ്സായിട്ടാണ് വരാറുള്ളത് ഈ കോഴ്സിലേക്ക്. ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ജേർണിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിലാണ്. കുറെ ആൾക്കാർ കുറേശ്ശെ ആൾക്കാർ കയറുന്നുണ്ട്. ആൻഡ് കൂടുതൽ അറിയണമെന്നുണ്ട്. സുൽഫത്ത്, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇവിടെ നൽകാം. 808688080771. കോൾ ദാറ്റ് നമ്പർ. ഈ നമ്പറിൽ വിളിച്ചോളൂ. ഓക്കെ സുൽഫത്ത്, ഐ വിൽ ടെൽ യു. ബിക്കോസ് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ടോക്കിംഗ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഐ വിൽ ഗൈഡ് യു. സോ ആൻഡ് സുബൈർ ജോയിൻ ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്. ഷൈല ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. സീ, all these people took the right decision. എല്ലാ ജോയിൻ ചെയ്തിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ള എല്ലാവരുടെ പറയാണ് കൺഗ്രാറ്റുലേഷൻ. യു ഹാവ് ഡിസൈഡഡ് ടു ബ്രേക്ക് ദ പാറ്റേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ, സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ, സീരിയസ് ആയിട്ട് പഠിക്കാൻ തീരുമാനമെടുത്തു. കൺഗ്രാറ്റുലേഷൻ, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. This is going to be exciting and I'm really excited for all the people because this is going to be a new beginning. പുതിയൊരു തുടക്കം, പുതിയൊരു ഷിഫ്റ്റ്, പുതിയൊരു ചേഞ്ച്. ആ പുതിയ ചേഞ്ചിലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. ഇത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് എനിക്ക് തോന്നുന്നു എല്ലാവരും ട്രോമ ഹീലിംഗ് ഇത്രയും ഡെപ്തിൽ നമ്മൾ നടത്താൻ പോവുകയാണ്. അതേപോലെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫാമിലി ലൈഫ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു കോഴ്സിൽ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഒരുപാട് പ്രാക്ടിക്കൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഹൗ യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട് ആൻഡ് വൈ ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു അവയർനെസ് നമുക്ക് കിട്ടണം. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു യു. നിങ്ങളുടെ പാറ്റേൺസ്, നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, ഞാൻ അതിന് മുൻപ് ഒരു സെഷൻ എടുത്തതാണ് അതിനെക്കുറിച്ച്. അറ്റാച്ച്മെന്റ് സ്റ്റൈല് മാറി അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനനുസരിച്ചാണ് എന്താ വെച്ചാൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നത്, അത് ട്രോമയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ചിലപ്പോൾ എന്തായിരിക്കും, സ്നേഹം കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫാദർ ഫിഗർ ഗൾഫിലായിരിക്കാം. ഫാദർ ഗൾഫിലായിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഒരുപാട് പേരുടെ പ്രവാസികളല്ലേ, പ്രവാസികളുടെ മക്കൾക്ക് ഇഷ്യൂസ് ഉണ്ടാവും, ഡിവോഴ്സിന്റെ ഇഷ്യൂസ് ഉണ്ടാവും, ഫാമിലി ലൈഫിൽ വെച്ച് അവഗണിക്കപ്പെട്ടതുണ്ടാവും. അങ്ങനെ പല സംഗതികളുണ്ടാവും. അല്ലെങ്കിൽ മക്കളുടെ ഇടയിൽ റൈവലറി ഉണ്ടാവും, സിബ്ലിങ്സ് റൈവലറി. ചില മക്കൾക്ക് കൂടുതൽ സ്നേഹം കൊടുത്തായിട്ട് മക്കൾക്ക്. സോ ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ചെറുപ്പത്തിൽ നടന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ ബാധിക്കണം. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹ്യൂമൻ സൈക്കോളജി കോഴ്സിൽ നമ്മൾ എന്താ വെച്ചാൽ പുരുഷ സൈക്കോളജി സംസാരിക്കുന്നുണ്ട്, സ്ത്രീ സൈക്കോളജി സംസാരിക്കുന്നുണ്ട്, സെക്ഷൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി an exciting, interesting, wonderful journey. Come and attend. This is a feast. ഒരു സദ്യയാണ്. അറിവുകളുടെ ക്ലാരിറ്റി കിട്ടുന്ന, ഇനി എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ക്ലാരിറ്റി കിട്ടാൻ പോകുന്ന ഒരു അറിവുകളുടെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. Come and have that and change your life. Okay? Wish you all the very best. I'm really excited. Thank you so much. സുൽഫത്ത്, ഞാൻ ഇവിടെ നമ്പർ ഇവിടെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓൾറെഡി കൊടുത്തു. ഇനിയും എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് കുറെ കോളുകൾ വരുന്നുണ്ട്. 8086880771. ഇതാണ് നമ്പർ. ഓക്കെ, 8086880771.
ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കോൾ മീ ആൻഡ് ടോക്ക് ടു മീ. വി കൻ ഹാവ് എ ഡിസ്കഷൻ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. ആൻഡ് ലെറ്റ് മീ ഹെൽപ്പ് യു ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, സോഫിയ, EFT ചെയ്തിട്ട് ഫ്ലോപ്പ് ആയ എനിക്ക് ഇത് സക്സസ് ആകുമോ? EFT ചെയ്തിട്ട് ഫ്ലോപ്പ് ആയത് എന്ന് പറയരുത്, ഞാൻ പറഞ്ഞുതരാം. EFT ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സപ്പോർട്ടോ കാര്യങ്ങളോ സംഗതികളോ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഡോണ്ട് വറി, ഇത് നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ലെറ്റ് മീ ഹെൽപ്പ് യു, വിൽ ഡു ഇറ്റ് ടുഗദർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സോഫിയക്ക് എന്താണ് പ്രോബ്ലം ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ സോഫിയ, കം ആൻഡ് ജോയിൻ. ഓക്കെ, ആൻഡ് വി വിൽ വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ വരിക, വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റൂട്ട് കോസിലേക്ക് പോകണം. റൂട്ട് കോസിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. സോ ലെറ്റ് മീ ഹെൽപ്പ് യു ടു ഗോ ടു ദ റൂട്ട് കോസ്. എന്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്ന റൂട്ട് കോസ് കണ്ടെത്താന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു പോവുക, കുറെ മെത്തേഡുകൾ പഠിപ്പിച്ചു പോവുക, ടെക്നിക്കൽ പഠിപ്പിച്ചു പോവുക എന്നുള്ളതല്ല. ദാറ്റ് ഇസ് നോട്ട് മൈ വേ. മൈ വേ ടു ഗോ ഡിഗ് ഡീപ്പർ. ഡീപ്പായിട്ട് എന്ത് ചെയ്യണം, കണ്ടെത്തണം. എന്താണ് നിങ്ങളുടെ പാറ്റേൺ, എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലുള്ളത്, അതിലേക്കുള്ള റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഉള്ളിലേക്ക് എത്തിക്കണം. And then where is your problem? If it is a relationship issue, we'll go deeper in that area. Okay, let's work on it. Clear ആണോ? സമയം പറയൂ, എപ്പോഴും വിളിക്കാം. ഈ ഒരു സെഷന് ശേഷം നിങ്ങൾ എന്ത് വെച്ചാലും യു ക്യാൻ കോൾ മീ എനി ടൈം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എനിവേ, എപ്പോഴും വിളിക്കാം എന്നല്ല കേട്ടോ, അതിനർത്ഥം എന്ന് വെച്ചാൽ ഞാൻ ബിസി ആയിരിക്കും. ഞാൻ ബിസി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യില്ല. ബട്ട് യു ക്യാൻ കോൾ മീ, ദാറ്റ്സ് ഓൾ. സുനിൽ സി, ഇന്നർ ചൈൽഡ് ഹീലിംഗ്. യെസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് സുനിൽ സി. ദാറ്റ്സ് വാട്ട് വി ഡു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഞാനും EFT ചെയ്തതാണ്. ഷൈല, യെസ്, I think you are already joined. Anyway, I'm excited for everyone. Lena is there, Anita is there, Mujib is there, Jalil is there, Lisha Begum is there, Shalini is there, Srilada is there. Why you are waiting? Come and join. Okay, Jerry sir? Join ചെയ്തിട്ടില്ല. Join ചെയ്തിട്ടുണ്ടോ? ഇല്ല. Come and join. Okay, മറക്കരുത്. Okay, today is the last day. നമുക്ക് 90ലേക്ക് എത്തിക്കണ്ടേ? എത്തിക്കണം. ഓക്കെ, ദെൻ കം ആൻഡ് ജോയിൻ. ഓക്കെ, മറക്കരുത്. ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച്. ഹലോ ജെറി സാർ, അൺമ്യൂട്ട് ചെയ്തോളൂ. കേൾക്കാം സാറേ. കേൾക്കാം. പ്രോഗ്രാമിലേക്ക് വരുന്നില്ലേ? വരാം സാറേ, ജോയിൻ ചെയ്യാം. ടുഡേ മറക്കരുത്. ടുഡേ ഈസ് യുവർ ഡെഡ്ലൈൻ. ജോയിൻ ചെയ്യാതെ നാളെ ക്ലാസ്സിൽ കാണരുത്. Got it? I want you because I want to help you, because you need help. You are always വളരെ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ. എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ വന്നിട്ട്. സോ ഐ നോ ദാറ്റ് ഹൗ മച്ച് പാഷനേറ്റ്ലി യു വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്. ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഫോർ ദാറ്റ് ഐ വാണ്ട് ടു ഹെൽപ്പ് യു. സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഹിയർ. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ ആൾക്കാർ എല്ലാവരും ഇതേപോലെ സ്ഥിരമായിട്ട് ആത്മാർത്ഥമായിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ടേക്ക് എ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. ആ നെക്സ്റ്റ് സ്റ്റെപ്പിനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ തീരുമാനം എടുത്താൽ നെക്സ്റ്റ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എനിക്ക് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാനുണ്ട്. ബട്ട് അയാള് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. നമ്മുടെ ഫ്രീ ക്ലാസ് ഇല്ലേ, ഈ ക്ലാസ് അയച്ചു കൊടുത്ത് ജോയിൻ. ആള് അയച്ചു കൊടുത്തില്ലെന്ന് ചോദിച്ചാൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലം ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ചോദിക്കുക. അതായത് എന്താണ് ആളുടെ പ്രോബ്ലം? സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അവരോട് പറയാ ഐ ആം ഗ്യാരണ്ടീഡ് എന്ന് പറയാം. നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞോളൂ, ഞാൻ ഗ്യാരണ്ടി പറയാം. ഞാൻ പേയ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വി വിൽ റീഫണ്ട്. അയാൾക്ക് റിസൾട്ട് റീഫണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? സുനിൽ സി വി അറ്റൻഡ് മൈ പ്രോഗ്രാം. സുനിൽ സാറ് നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ചോദിച്ചോളൂ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, സുവൈനയാണ്. സുവൈന ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞ ഒരു വ്യക്തി അങ്ങനെ മറ്റുള്ള ഒരാളുടെ ഒപ്പീനിയൻസിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാത്ത ഒരാളാണ്. അപ്പൊ അയാളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നോണ്ടാണ് ഞാൻ അയാളെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത്. അയാള് നിങ്ങൾ പറഞ്ഞ പോലത്തെ ഈ പാരന്റിങ്ങിൽ ഒരുപാട് ഒരു ബുദ്ധിമുട്ട് ചെറുപ്പകാലത്ത് അനുഭവിച്ച ഒരാളാണ്. അപ്പൊ അയാള് മാറണം എന്ന് എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾ എങ്ങനെ ഇതിൽ ഞാൻ ഈ ഒരു നമ്മുടെ സെഷന്റെ ഇത് ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് യൂട്യൂബിലുള്ള ആ ഒരു വീഡിയോ എങ്കിലും കാണട്ടെ എന്ന് കരുതി. പക്ഷെ ഞാൻ പിന്നീട് ചോദിച്ചപ്പോ അത് കാണാനുള്ള സമയത്ത് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ
അങ്ങനെയുള്ള ഒരു വ്യക്തിനെ എങ്ങനെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റും എന്നുള്ളൊരു. ഹലോ മാം, ഹലോ, അത് നിങ്ങൾ വിഷ്വൽ ചെയ്താൽ മതി അവര് ജോയിൻ ചെയ്യുന്നതായിട്ട്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. സുവേനിക്ക് വിഷ്വൽ എന്താന്നുള്ളത് പഠിച്ചിട്ടില്ല, മേ ബി പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഡെപ്തിൽ അറിയുന്നുണ്ടാവില്ല. എനിവേ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഒരു കാര്യമുള്ളത് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരാള് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് ചെയ്യണം എന്ന് നമ്മൾ ഒറ്റയടിക്ക് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവര് ചെയ്യുക എന്നുള്ള ഒരു സംഗതി നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് പോസിബിൾ ആയിക്കൊള്ളാം എന്നില്ല. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? അവർ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് വന്നോളണം എന്നില്ല. ഹലോ സുവിനെ, കേൾക്കുന്നുണ്ടോ? അറിയുതേർ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞിരിക്കുന്ന ഷിഫ്റ്റ് അവരിൽ നടത്തിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല, അവർ ചിലപ്പോൾ കൺവിൻസ്ഡ് ആയിക്കൊള്ളുന്നില്ല. കാരണം അവർ ഒരുപാട് പെയിനും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്കൊന്ന് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കാം. അതെങ്ങനെ ട്രിഗർ ചെയ്യാം? ഒരുപാട് പെയിനും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരാളല്ലേ, അപ്പൊ അയാളുടെ മെയിൻ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്ന് ട്രൈ ചെയ്യും. സ്നേഹത്തിന്റെ ഭാഷയിൽ ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താ വെച്ചാൽ ആളുടെ തെറ്റുകളല്ല, ആളുടെ പ്രോബ്ലംസ് അല്ല, ആളുടെ പോരായ്മകൾ, പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ പ്രോബ്ലം അല്ല ഇത്, നിങ്ങളുടെ പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് എന്താ വെച്ചാല് നിങ്ങളുടെ തെറ്റല്ല ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ന് പറയാം. ഒരു സംഗതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് അവരെ പോസിറ്റീവ്, അവരുടെ തെറ്റല്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് ഒരു ഹെൽപ്പ് അവൈലബിൾ ആണ്, ഇത് യൂസ്ഫുൾ ആകും എന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വലൈസ് ചെയ്യുക. അവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ നടത്തും. കണ്ടിന്യൂസ് ആയിട്ട് ഡെപ്തിൽ ഇരുന്നിട്ട് വിഷ്വലൈസ് ചെയ്യും. ആ വിഷ്വലൈസേഷൻ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നത് മനസ്സിലായിരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുക, മനസ്സിൽ കണ്ടുകൊണ്ടേ ഇരിക്കുക. എന്താ വെച്ചാൽ അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് എന്താ വെച്ചാൽ ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നു ഈ സംഗതികൾ. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, പക്ഷെ അടുത്ത ബാച്ചിലേക്ക് വന്നോട്ടെ. ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, വിഷ്വലൈസേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആൾ ജോയിൻ ചെയ്യും. ഡോണ്ട് വറി, ഇറ്റ് വിൽ ഹാപ്പൻ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ആൻഡ് യു ക്യാൻ മേക്ക് ഇറ്റ് വർക്ക്. അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ. ക്ലിയർ ആണോ? അപ്പൊ അതെന്താ വെച്ചാൽ അതിൽ സമയം കിട്ടിയില്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞോട്ടെ, ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ക്ലിയർ അല്ലേ? എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ബാക്കി അവരെന്താ വെച്ചാൽ ആ രീതിയിലേക്ക് എന്താ വെച്ചാൽ അവർ വന്നോളും. ഇറ്റ് വിൽ ടേക്ക് ടൈം. ചിലപ്പോൾ അത് നിങ്ങളൊന്ന് നിങ്ങളുടെ എനർജിയൊക്കെ ഒന്ന് പവറാക്കി കൂട്ടിയിട്ട് വിഷ്വലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ കം. ഡോണ്ട് വറി, ദേ വിൽ ട്രാൻസ്ഫോം. പിന്നെ നിങ്ങൾ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് നമ്മളിലേക്ക് ഇപ്പൊ ഫോക്കസ് ചെയ്യാം. ലെറ്റ്സ് ഫോക്കസ് ഓൺ ടു us and change our energy, our vibration, so that it will help other people to change. നമുക്കിപ്പോൾ ഒരു എനർജി കിട്ടാനാണ്, ആ എനർജിയിലേക്ക് നമുക്ക് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. മറക്കരുത്, ഒരുപാട് നേരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. ഇന്ന് മൈൻഡിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരുപാട് അവയർനെസ് നിങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. We are changing one day by day, 1% at a time. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ലേൺ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ നിൽക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് അവർ തിരിച്ചറിയട്ടെ. അതിലൂടെ അവരുടെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലും ഗ്രൂപ്പിലേക്കും ഒക്കെ അയച്ചു കൊടുക്കുക. അവരെ ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, ക്ഷണിക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 നടക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അവരെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. Very good. Have a great day. Thank you. Thank you, sir.